അത് നമ്മൾ കണ്ടിന്യൂസ് കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൽ 2 പ്രോബ്ലം ചെയ്തു. ഇനി അടുത്ത ഡിസ്ക്രീറ്റ് കേസസ്. ഡിസ്ക്രീറ്റ് കേസസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് കേസിൽ y1 y2ന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് ആണ് പറഞ്ഞത്. അതല്ലാതെ സ്പെസിഫിക് ആയിട്ട് ലിമിറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല. അതായത് ജമ്പിങ് അല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഏത് വാല്യൂസും വരാന്നുള്ളതാണ്. ഡിസ്ക്രീറ്റ് കേസിലാവുമ്പം ഒരു ഇന്റിജർ വാല്യൂ അല്ലെങ്കിൽ പോയിന്റ് സംതിങ് വാല്യൂ സ്പെസിഫിക് വാല്യൂ മാത്രം നമുക്ക് എടുക്കാം. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് 4 ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇതിലുള്ളത്. ജനറൽ പ്രോബ്ലം, റിലേറ്റീവ് പ്രോബ്ലം, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോബ്ലം, കാർഗോ ലോഡിംഗ് പ്രോബ്ലം. ഈ പ്രോബ്ലത്തിലൊക്കെ പറഞ്ഞാൽ പേരുകൾ ഡിഫറെന്റ് ആണ്, പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ 4 സെയിം ആണ്. പ്രൊസീജിയറിന് മുമ്പ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമല്ലോ, അതായത് ഒപ്റ്റിമൽ മിനിമൈസ് അല്ലെങ്കിൽ മാക്സിമൈസ് സച്ച് ദാറ്റ് എന്ന് പറഞ്ഞാൽ ആ കാര്യം വരുന്നത് ഈ 4 പ്രോബ്ലത്തിലും ഡിഫറെന്റ് ആയിരിക്കും. ആ കാര്യം മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആ കാര്യം ഇങ്ങനെ വരുന്ന കാര്യം നോക്കിയാൽ മതി. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം എക്സാമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കി പോവാം. ഇപ്പോൾ പ്രോബ്ലം ഞങ്ങൾ മാറ്റി എഴുതിയതാണ്. പേജ് നമ്പർ 68 ജനറൽ പ്രോബ്ലംസ്. ഫസ്റ്റ് പാർട്ട് ജനറൽ പ്രോബ്ലം ആണ്. അതിൽ എക്സാമ്പിൾ ഫൈൻഡ് ദ മാക്സിമം ഓഫ് സം ഓഫ് ക്യൂബ്സ് ഓഫ് 3 പോസിറ്റീവ് വാല്യൂ ഇൻഡിജേഴ്സ് ഹൂസ് പ്രോഡക്റ്റ് ഡസ് നോട്ട് എക്സീഡ് 5. അപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലായി, നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത് ഇതിലെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ഇൻഡിജേഴ്സ് ആണ് പറഞ്ഞത്. പോസിറ്റീവ് വാല്യൂ ഇൻഡിജേഴ്സ് അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ നമ്പേഴ്സ് 1 2 3 4 5. പോസിറ്റീവ് വാല്യൂ ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 ആ നമ്പേഴ്സ് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിലുള്ള ആ നമ്പേഴ്സ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റൂല. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യല്, ഇതിന്റെ ആ ജനറൽ ഫോം എഴുതാൻ കഴിയോ നോക്കുക. അപ്പൊ എന്താണ് ഇവിടെ മാക്സിമൈസ് ആണ്. അപ്പൊ മാക്സിമൈസ് എന്താണ് മാക്സിമൈസ്? സം ഓഫ് ക്യൂബ് ഓഫ് 3 പോസിറ്റീവ് വാല്യൂ ഇൻഡിജേഴ്സ്. പോസിറ്റീവ് വാല്യൂ ഇൻഡിജേഴ്സ്. അപ്പൊ ലെറ്റ് y1 y2 y3 be 3 positive value integers. Then the problem can be formulated as ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ എഴുതാം? മാക്സിമൈസ് y നോട്ട് ഈക്വൽ ടു എന്താണ് മാക്സിമം സം ഓഫ് ക്യൂബ്സ് ഓഫ് പ്രൈം നമ്പേഴ്സ്. അപ്പം ഈ പ്രൈം നമ്പേഴ്സിന്റെ ക്യൂബ് y1 ക്യൂബ് പ്ലസ് y2 ക്യൂബ്, ഈ പോസിറ്റീവ് നമ്പേഴ്സിന്റെ ക്യൂബ് y3 ക്യൂബ്. സച്ച് ദാറ്റ് എന്താണ് കൺസ്ട്രെയിൻ നമ്മളുള്ളത്? സച്ച് ദാറ്റ് ദ 3 പോസിറ്റീവ് വാല്യൂസ് ഹൂസ് പ്രൊഡക്റ്റ് ഡസ് നോട്ട് എക്സീഡ് 5. അതിന്റെ അവരുടെ പ്രൊഡക്റ്റ്, അതായത് അവർ മൾട്ടിപ്ലൈ ചെയ്താൽ y1 into y2 into y3 ഷുഡ് നോട്ട് എക്സീഡ് 5. 5നേക്കാൾ കൂടാൻ പറ്റൂല. പിന്നെ നമ്മൾ പറഞ്ഞ y1 റെസ്ട്രിക്ഷൻ എന്താണ്? 3 പോസിറ്റീവ് വാല്യൂ ഇൻഡിജേഴ്സ് ആണ്. അപ്പൊ yi's ആൻഡ് yi's ആർ ഗ്രേറ്റർ ദാൻ 0. i ഗ്രേറ്റർ ദാൻ, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0. കാരണം എന്താണ്? പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞത്. yi ഗ്രേറ്റർ ദാൻ 0, i ഈക്വൽ ടു 1 2 3. അപ്പം ഈ ഫോർമുലേഷൻ നമ്മളുടെ ഒരു ഡൈനാമിക് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ഉള്ള ആ ഫോർമുലയുടെ ജനറൽ ഫോർമുല ആയിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കണം. അവിടെ പറഞ്ഞ എന്താണ്, ഈ f1 y1 പ്ലസ് f2 y2 പ്ലസ് എക്സെട്ര fn yn ഫോമിലേക്ക് എഴുതാൻ പറ്റുമോ? പറ്റും. ഇപ്പൊ നമുക്ക് ഇത് f1 y1 പ്ലസ് f2 y2 പ്ലസ് fn yn എന്ന ഫോമുലയാണ് ഇത് എഴുതിയിരിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു സച്ച് ദാറ്റ് y1 into y2 into y3 y1 into y2 into y3 y1 into y2 into y3. അപ്പം a1 y1 plus a2 y2 ഇവിടെ a1 y1 into a2 y2 into a3 y3 less than or equal to b ആണ്. a1 equal to a2 equal to a3 equal to 1 ആണ്. b is equal to 5 ആണ്. എല്ലാ a1 a2 a3 യും b യും എന്താണ്? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണ്. അതാണോ കണ്ടീഷൻസ്? ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ മാക്സിമൈസ് y നോട്ട് എന്നുള്ളത് y1 ക്യൂബ് y2 ക്യൂബ്, അത് f1 y1 പ്ലസ് f2 y2 പ്ലസ് എക്സെട്ര fn yn ആ ഫോമിൽ എഴുതാൻ പറ്റും. പിന്നെ കൺസ്ട്രെയിനിലുള്ള a1 y1 a2 y2 ആ a1കൾ എന്തായിരിക്കണം? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. പിന്നെ ഇപ്പുറത്തുള്ള b എന്തായിരിക്കണം? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. പിന്നെ yi'സും സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. y സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഇവിടെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇനി അടുത്ത എന്താ ചെയ്യുന്നത്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇത് ഡിസിഷൻ വേരിയബിൾ സ്റ്റേറ്റ് വേരിയബിൾ ഡിഫൈൻ ചെയ്യുക. ഡിഫൈൻ സ്റ്റേറ്റ് വേരിയബിൾസ് ആസ് x3 is equal to മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ. അപ്പം y1 into y2 into y3
x which is less than or equal to 5. x2 is equal to y1 into y2. It can be written as ഇവിടെ എന്താ y3 എങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പൊ എന്താ x3 by y3 എന്ന് എഴുതാൻ പറ്റും. x1 equal to y1 ആണ്. അപ്പം x2 equal to y1 into y2 ആണ്. അപ്പോൾ y2 നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ x2 by y2 equal to y1 വരും. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? x2 by y2 എന്ന് എഴുതാം. നോക്കിയാൽ മുകളിൽ നോക്കിയാൽ മനസ്സിലായി. ഈ y2 നെ എങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ x2 by y2 equal to y1. അപ്പോൾ x1 നമുക്ക് equal to y1 which is equal to x2 by y2. ഇവിടെ ഈ y3 നെ എങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ x3 by y3 equal to y1 into y2 എന്ന് കിട്ടും. അപ്പോൾ x2 എന്നുള്ള y1 y2 എഴുതുന്നത് equal to x3 by y3 നമുക്ക് എഴുതാൻ പറ്റും. സോ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് ഇവിടെ. പക്ഷെ ഇനിയാണ് ഡിഫറൻസ് വരുന്നത്. കാരണം എന്താണ്? ഇപ്പൊ പ്രോബ്ലം നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ y1 into y2 into y3 less than or equal to 5. What y1 y2 y3 are what പോസിറ്റീവ് വാല്യൂ ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ഇൻഡിജേഴ്സ്. അപ്പൊ നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? f1 y1 കാൽക്കുലേറ്റ് ചെയ്ത് f2 y2. അപ്പൊ f1 y1 എന്ന സാധനം അങ്ങനെ വെച്ചു, f2 y2 എന്ന സാധനം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെ അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് നമ്മൾ അല്ലെങ്കിൽ മാക്സിമൈസോ മിനിമൈസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കും, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു. പക്ഷെ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ നമുക്ക് കയ്യിലുള്ള റിയൽ നമ്പേഴ്സ് ആയിരുന്നു. ഏത് റിയൽ നമ്പേഴ്സ് വരാം. പക്ഷെ ഇവിടെ സ്പെസിഫിക് ഇൻഡിജേഴ്സ് ആണ് വരിക. അപ്പൊ അതുകൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ എന്തൊക്കെ വാല്യൂസ് ആണ് നമുക്ക് y1 y2 എടുക്കാൻ പറ്റാന്നുള്ള കാര്യം നോക്കണം. അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ തന്നിട്ടുണ്ട് x3 ഈ y1 into y2 into y3 is less than or equal to 5. അപ്പൊ y1 y2 y3 മൾട്ടിപ്ലൈ ചെയ്താൽ 5 കുറയണം. പറഞ്ഞാൽ y1ന്റെ വാല്യൂ 1/5 ഇടയിലായിരിക്കണം, y2ന്റെ വാല്യൂ 1/5 ഇടയിൽ, y3ന്റെ വാല്യൂ 1/5 ഇടയിലായിരിക്കണം. മനസ്സിലായോ? എന്നാലല്ലേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 കുറഞ്ഞ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ 5 കൂടുമല്ലോ. അപ്പോൾ y1 and y2 y3ന്റെ വാല്യൂസ് എന്തായിരിക്കണം? 5 കുറവായിരിക്കണം. അപ്പൊ x3 എന്നുള്ള സാധനം ഇവിടെ y1 into y2 into y3 ആണ്, which is less than or equal to 5. This implies you can say since each yi can assume values from 1 to 5. 1-നും 5-നും ഇടയിലുള്ള വാല്യൂസ് മാത്രമേ y-കൾക്ക് എടുക്കാൻ പറ്റൂ. ഈ y1 y2 y3 എടുക്കാൻ പറ്റുള്ളൂ. ഓൾസോ സിൻസ് x3 is less than or equal to 5, x-ന്റെ വാല്യൂ എന്താണ്? 5 കുറവാണ്. It can have values from 1 to 5. 1-ന്റെ 5-ന്റെ ഇടയിൽ മാത്രം x3ക്ക് വാല്യൂ എടുക്കാൻ പറ്റില്ല. കാരണം x3 less than or equal to 5 ആണ്. അതിനർത്ഥം ഇൻഡിജർ ആണ്, 5-ന് കുറവാണ്. അപ്പൊ അതിനിടയ്ക്കുള്ള വാല്യൂസ് ആരൊക്കെയാണ്? 0 പറ്റില്ല. 0 എന്താണ്? പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്നാ പറഞ്ഞത്. അപ്പൊ 0 പറ്റൂല. അപ്പൊ 1 2 3 4 5 ഈ വാല്യൂസ് മാത്രമേ ആൾക്ക് അസ്യൂം ചെയ്യാൻ കഴിയുള്ളൂ, x3ക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇനി അടുത്ത് എന്താ ചെയ്യുക വെച്ചാൽ ടേബിൾ ഉണ്ടാക്കുക. എങ്ങനത്തെ ടേബിൾ ഉണ്ടാക്കുക? ഇപ്പൊ x1 എനിക്ക് എങ്ങനെ എഴുതാം? x2 by y2 എന്ന് എഴുതാം, ഇല്ലേ? പിന്നെ x3 നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? x2 എനിക്ക് x3 by y3 എന്ന് എഴുതാം. അപ്പൊ y3ന്റെ വാല്യൂ 1/5 ഇടയിലാണ് കിട്ടി. x-ന്റെ വാല്യൂ എന്തായിരിക്കും? 1/5 ഇടയിലാണ്. അപ്പൊ x3ന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, y3ന്റെ വാല്യൂ 1/5 ഇടയിലാണ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? x2നെ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? x2നെ കണ്ടുപിടിക്കാല്ല, x2ന് പെർമിസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെ, x2ന് ഏതൊക്കെ വാല്യൂ എടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് കിട്ടി y1 into y2 into y3 less than or equal to 5 ആണ് കിട്ടി. അപ്പോൾ y1 y2 y3ന്റെ വാല്യൂ 1/5 ഇടയിൽ മാത്രമായി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 5-ന് കുറവ് കിട്ടുള്ളൂ. ഏത് വാല്യൂ നമുക്കറിയില്ല. കൂടാതെ x3ന്റെ വാല്യൂ എന്താണ്? y1 into y2 into y3 ആണ്, which is also less than or equal to 5. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? x3 less than or equal to 5 ആയതുകൊണ്ട് it can have values from 1 to 5. ഇനി നമുക്ക് x2ന് എന്ത് വാല്യൂ കിട്ടും എന്നാണ് നോക്കേണ്ടത്. അപ്പൊ x2 is equal to എന്താ എഴുതാം? x3 by y3 എഴുതാം. അപ്പൊ x3 1/5 ഇടയിലുള്ള നമ്പേഴ്സ് എടുക്കാൻ പറ്റും, y3 1/5 ഇടയിൽ നമ്പേഴ്സ് എടുക്കാൻ പറ്റും. അപ്പൊ ആ നമ്പേഴ്സ് ഏതൊക്കെ നോക്കിയിട്ട് അതിന് കറസ്പോണ്ട് ചെയ്യേണ്ട x2 നമുക്ക് എങ്ങനെ നമ്പേഴ്സ് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ടേബിൾ വരച്ചിട്ട് ആ വാല്യൂസ് എന്തൊക്കെയാണെന്ന് കാര്യം നോക്കുക. നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് വരക്കുന്നു. ബോക്സ് വെച്ചിട്ട് x3 y3 നമ്മൾ കഴിയേണ്ട x2ന് എന്തൊക്കെ വാല്യൂസ് എടുക്കാൻ പറ്റുന്ന നോക്കേണ്ടത്. അപ്പം y3ന് 1 മുതൽ 5 വരെ ഏത് വാല്യൂസ് വരാം, ഏതാ നമുക്കറിയില്ല. കൂടാതെ
y3ക്കും 1 മുതൽ 5 വരെ വാല്യൂസ് വരാം. ഏത് വാല്യൂസ് വരിക നമുക്കറിയില്ല. 1 2 3 4 5 ഏത് വാല്യൂസും വരാം. അതിലേതെങ്കിലും വരാം. അത് നമുക്ക് എവിടെ കിട്ടുന്നത്? ഇവിടുന്നാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് കിട്ടുന്നത്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? x2 എന്നുള്ളത് x3/y3 ആണ്. x3/y3 ഡിവൈഡ് ചെയ്യാൻ കിട്ടുന്ന ആളാണ്. അപ്പോൾ x3 1 ഉം y3 1 ആകുമ്പോൾ 1/1 വാല്യൂ 1 ആണ്. 1 ഒരു ഇന്റീജർ ആണ്. അപ്പൊ എടുക്കാം. x3/y3 2/1 എന്താണ്? 2 ആണ്, ഒരു ഇന്റീജർ ആണ് വരും. x3/3 3/1 3 ഇന്റീജർ ആണ്. 4/1 ഇന്റീജർ ആണ്. 5/1 ഇന്റീജർ ആണ്. ഇനി അടുത്ത് 1/2 ആണ് ഇവിടെ വരിക. x3/y3 എടുക്കുമ്പോൾ 1/2 വരും. 1/2 എന്ന് പറഞ്ഞ സാധനം ഇന്റീജർ അല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? y1 y2 y3 ഇന്റീജേഴ്സ് ആണെന്നാ പറഞ്ഞത്. അപ്പൊ കറസ്പോണ്ടിങ്ങിൽ x2 x3 x1 x2 x3 എന്തായിരിക്കണം? x1 എന്താണ്? y1 into y2 ആണ്. x2 എന്നുള്ള സാധനം y1 into y2 ആണ്. അപ്പൊ y1 ഇന്റീജർ ആണ്, y2 ഇന്റീജർ. അപ്പൊ അതിന്റെ മൾട്ടിപ്പിൾ എന്തായിരിക്കണം? ഇന്റീജർ ആയിരിക്കണം. അപ്പൊ x2 ഇന്റീജർ ആയിരിക്കും, x1 ഇന്റീജർ ആയിരിക്കും, x3 ഇന്റീജർ ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ x3യുടെ വാല്യൂ എന്താണ്? 1/2 ആണ് കിട്ടുക. ഇവിടെ 1 x3 1 ഉം y3 2 എടുക്കുകയാണെങ്കിൽ x3/y3 എന്തായിരിക്കും? 1/2. 1/2 എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഇന്റീജർ അല്ല. അപ്പൊ ഇവിടെ വാല്യൂ ഇല്ല. ഇവിടെ x3 2 ആവുമ്പം y3 2 x3 2/2 1 ആണ്. അപ്പൊ ഇവിടെ 1 വരും. 3/2 ഇന്റീജർ ആണ്, ഇന്റീജർ അല്ല. 4/2 എന്നുള്ള സാധനം എന്താണ്? 2 ആണ്. 4/2 എടുത്താൽ ഇന്റീജർ ആണ്. അപ്പൊ ഇവിടെ 2 വരും. 5/2 ഇന്റീജർ അല്ല. ഇതിങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഇവിടെ പോയിന്റ് നോക്കുക. 2 2/2 2/2 ചെയ്താൽ 1 കിട്ടും. 1 ഇന്റീജർ. അപ്പൊ 1 ഇടാം. 3 അതാണ് നമ്മൾ x2ന്റെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 3/2 എന്ന സാധനം 1.5 ആണ്. 1.5 ഇന്റീജർ അല്ല. അപ്പൊ അവിടെ ഒരു വാല്യൂ ഇല്ല. 4/2 ചെയ്താൽ 4/2 2. അപ്പം 2 ഒരു ഇന്റീജർ ആണ്. അപ്പൊ 2 ഇടാം. 5/2 എന്ന് പറഞ്ഞാൽ 2.5 ആണ്, ഇന്റീജർ അല്ല. അപ്പൊ അത് വർക്ക് ചെയ്യില്ല. ഇവിടെ 1/3 ഇന്റീജർ അല്ല, വർക്ക് ചെയ്യില്ല. 2/3 ഇന്റീജർ അല്ല, വർക്ക് ചെയ്യില്ല. 3/3 1. 4/3 ഇന്റീജർ അല്ല. 5/3 ഇന്റീജർ അല്ല. ഇനി അടുത്തത് 1/4 ഇന്റീജർ അല്ല. 2/4 1/2 ആണ്. 1/2 ആണ് 0.5 ഇന്റീജർ അല്ല. 3/4 ഇന്റീജർ അല്ല. 4/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. 5/4 ഇന്റീജർ അല്ല. 1/5 ഇന്റീജർ അല്ല. 2/5 ഇന്റീജർ അല്ല. 3/5 ഇന്റീജർ അല്ല. 4/5 ഇന്റീജർ അല്ല. 5/5 നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ x2ന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ്. അപ്പൊ x2 നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? x3 y3 ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ്. അപ്പൊ x2ന്റെ വാല്യൂ എന്താണ്? 1 to 5 ആണ് വരിക. പക്ഷെ അത് സ്പെസിഫിക് ആണ്. x2ന്റെ വാല്യൂ 2 വരണമെങ്കിൽ അവിടെ എന്താണ്? ഈ ഒരു കോളത്തിൽ മതി. x3യും y3യും 2ഉം 4 ആയാൽ മാത്രമേ x2ന് 2 വരുള്ളൂ. പിന്നെ അല്ലെങ്കിൽ x3 2ഉം y3 1 വരും. അപ്പൊ അതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. x2 എന്നുള്ള ആൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആരെ? x3നെയും y3നെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സിമിലർലി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? x2 കാൽക്കുലേറ്റ് ചെയ്യാം. x2 എന്താ തന്നിട്ടുള്ളത്? ഇവിടെ തന്നിട്ടുണ്ട് x1 നമ്മൾ x2 കാൽക്കുലേറ്റ്. x1 എന്താണ്? x1 ഈക്വൽ ടു x2/y2 ആണ്. x2 നമ്മളിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ വാല്യൂസ് 1 to 5 ഏതും വരാൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ? 1 to 5 ഏത് വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും. y2ന്റെ വാല്യൂസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1 to 5 ഏതെങ്കിലും വാല്യൂസ് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇനി x1 ഇതേപോലെ തന്നെ നമ്മൾ ബോക്സ് വരച്ചുകൊണ്ട് x1ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകാൻ ചെയ്യേണ്ടത്. അപ്പൊ നേരത്തെ നമ്മൾ x2 ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ബോക്സ് വരക്കുന്ന x1 എന്ന് പറഞ്ഞാൽ x2/y2 ആണ്. അപ്പൊ x1ന്റെ വാല്യൂസ് എന്തൊക്കെയാണ് x2/y2 കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം x2/y2 1/1 എന്ന് പറഞ്ഞാൽ ഇന്റീജർ ആണ്. 1 ആണ്, ഇന്റീജർ ആണ്. 1/2 1/2 എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? നോട്ട് എൻ ഇന്റീജർ. സോ ഹാഫ് ആണ്, ഇന്റീജർ അല്ല. 1/3 നോട്ട് എൻ ഇന്റീജർ. 1/4 നോട്ട് എൻ ഇന്റീജർ. 1/5 നോട്ട് എൻ ഇന്റീജർ. 2/1 ഈക്വൽ ടു 2 ആണ്. 2/2 ഈക്വൽ ടു 1 ആണ്. 2/3 ഇന്റീജർ അല്ല. 2/4 1/2 ഇന്റീജർ അല്ല. 2/5 ഇന്റീജർ അല്ല. 3/1 ഈക്വൽ ടു 3 ആണ്. 3/2 ഇന്റീജർ അല്ല. 3/3 ഈക്വൽ ടു 1 ആണ്. 3/4 ഇന്റീജർ അല്ല. 3/5 ഇന്റീജർ അല്ല. 4/1 ഈക്വൽ ടു 4 ആണ്. 4/2 ഈക്വൽ ടു 2 ആണ്. 4/3 is not an integer. 4/4 equal to 1 ആണ്. 4/5 integer അല്ല. 5/1 equal to 5 ആണ്. 5/2
ഇന്റീജർ അല്ല, 5/3 ഇന്റീജർ അല്ല, 5/4 ഇന്റീജർ അല്ല, 5/5 ഈക്വൽ ടു 1 ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ തുടക്കത്തിൽ നമ്മൾ y1 y2 y3 കാൽക്കുലേറ്റ് ചെയ്തു. അത് നമ്മൾ y1 into y2 into y3 ലെസ് ദാൻ ഈക്വൽ ടു 5 ആയതുകൊണ്ട് y1 y2 y3 1 into 5ന്റെ ഇടയിലാണ് കിട്ടി. ഇനി അടുത്തത് x3 എന്നുള്ള സാധനം നമ്മൾ ഡിഫൈൻ ചെയ്ത തന്നെ സ്റ്റേറ്റ്മെന്റ് ഡിഫൈൻ ചെയ്ത y1 into y2 into y3 ആണ്, which is less than equal to 5, which implies x3 is less than equal to 5. So x3 ന്റെ വാല്യൂ 1 to 5 ആണ്. അപ്പം y1 y2 y3 കിട്ടി, x3 കിട്ടി. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ x2 x1 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം എല്ലാ ഡിസിഷൻ വേരിയബിൾ സ്റ്റേറ്റ് വേരിയബിൾസിന്റെ വാല്യൂസ് എന്തൊക്കെയാന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ പ്രോബ്ലത്തിലേക്ക് വരികയാണ്. പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോബ്ലത്തിൽ നമ്മൾ മാക്സിമൈസ് ആണ് ചെയ്യേണ്ടത്. മാക്സിമൈസ് ദ ക്യൂബ്സ് ഓഫ് ദീസ് y1 y2 y3. അതിന്റെ മാക്സിമം കണ്ടിട്ട് അപ്പം ഇതിൽ ഫസ്റ്റ് സബ് പ്രോബ്ലം ഉണ്ടാവും, സെക്കൻഡ് സബ് പ്രോബ്ലം ഉണ്ടാവും, തേർഡ് സബ് പ്രോബ്ലം ഉണ്ടാവും. നേരത്തെ നമ്മൾ ചെയ്തപ്പം എന്താ ചെയ്തത്? സെക്കൻഡ് സബ് പ്രോബ്ലത്തിൽ പോയിട്ട് അവിടെ നമ്മൾ എന്താ ചെയ്തത്? മിനിമം കാണാൻ വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് എടുക്കുന്നു, സെക്കൻഡറി ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു, ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കും, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു, അത് ലെസ് ദാൻ 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0. മാക്സിമം ആണെങ്കിൽ ലെസ് ദാൻ 0, മിനിമം ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0. ഇവിടെ പക്ഷേ നമ്മുടെ കയ്യിൽ സ്പെസിഫിക് ആയിട്ട് നമ്പർ ഉണ്ട്, 1 2 3 4 5. ഈ 5 ചോയ്സ് മാത്രമേ y1 y2 x1 x2 x3 ഉള്ളൂ. അപ്പം ആ ചോയ്സ് ഇട്ട് കൊടുത്താൽ 1 ഇട്ട് കൊടുത്താൽ എന്താ വാല്യൂ ഇട്ട് കൊടുക്കുക, 2 ഇട്ടാൽ എന്താ വാല്യൂ ഇട്ട് കൊടുക്കുക, 3 ഇട്ടാൽ എന്താ വാല്യൂ കിട്ടുക നോക്കുക, 4 ഇട്ടാൽ എന്താ വാല്യൂ ഇട്ട് കൊടുക്കുക, 5 ഇട്ടാൽ എന്താ വാല്യൂ കിട്ടുക നോക്കുക. അത്ര ചെയ്താൽ മതി. നമ്മൾ സ്പെസിഫിക് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഒരു ടേബിൾ വരച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് സബ് പ്രോബ്ലം. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് സബ് പ്രോബ്ലം. ഫസ്റ്റ് സബ് പ്രോബ്ലത്തിൽ എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ f1 ഓഫ് x1 ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. അത് ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? മാക്സിമം. ഇവിടെ മാക്സിമം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാക്സിമം ഓഫ് y1 ക്യൂബ് പ്ലസ് y2 ക്യൂബ് പ്ലസ് y3 ക്യൂബ് ആണ്. അപ്പോൾ y1 ക്യൂബ് ആണ് മാക്സിമം ഓഫ് y1 ഓഫ് f1 സ്മോൾ f1 y1, which is equal to maximum of y1 of y1 ക്യൂബ്. ഫസ്റ്റത്തെ കേസിൽ നമ്മൾ എന്തെടുക്കുക? y1 ക്യൂബ് തന്നെ വെക്കാണ് ചെയ്യുന്നത്. പിറ്റേതിലാണ് നമ്മൾ എന്താണ് മാക്സിമം ആയിട്ടുള്ള വാല്യൂസ് എടുക്കുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്, നമ്മൾ y1 ക്യൂബ് എന്നുള്ള വാല്യൂസ് ആണ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ് y1 എന്തൊക്കെ വാല്യൂ വരാം? 0 to 5 വാല്യൂ വരാം. അപ്പൊ ആ വാല്യൂ ഇതിലിട്ട് കൊടുത്താൽ y1 ക്യൂബിന് എന്ത് വാല്യൂ കിട്ടുമെന്ന് നോക്കണം. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അടുത്ത ബോക്സ് ഫസ്റ്റ് സബ് പ്രോബ്ലത്തിന്റെ ബോക്സ് വരയ്ക്കുക. പിന്നെ സോ ഇവിടെ നമ്മുടെ കയ്യിൽ ഉള്ളത് എന്താണ്? x1 എന്താണ്? x1 ഈക്വൽ ടു y1 ആണ്. y1ന്റെ വാല്യൂസ് 1 to 5 ആണ്. x1ന്റെ വാല്യൂ 1 to 5 ഏത് വാല്യൂ വരാം. പിന്നെ f1 ഓഫ് x1 എന്താണ്? f1 ഓഫ് x1 ഈക്വൽ ടു y1 ക്യൂബ് ആണ്. f1 ഓഫ് x1. സോ x1 നമ്മൾ ഈക്വൽ ടു y1. ഈ y1ന്റെ വാല്യൂസ് 1 2 3 4 5 ഈ വാല്യൂസ് വരാം. അപ്പൊ y1 നമ്മൾ 1 ഇട്ട് കൊടുത്താൽ y1 ക്യൂബ് എന്തായിരിക്കും? 1 ക്യൂബ് 1 വരും. പിന്നെ 2 ക്യൂബ് എന്ത് വരും? 8 വരും. 3 ക്യൂബ് 27 വരും. 4 ക്യൂബ് 64 വരും. 5 ക്യൂബ് 125 വരും. അപ്പൊ ഈ 5 പോസിബിലിറ്റി മാത്രമേ f1 x1 ഉണ്ടാവുകയുള്ളൂ. f1 ഓഫ് x1 ഉണ്ടാകുന്ന പോസിബിലിറ്റി ഈ 5 വാല്യൂസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഫസ്റ്റ് സബ് പ്രോബ്ലം ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് എന്താണ് ചെയ്യുക? സെക്കൻഡ് സബ് പ്രോബ്ലം. കാരണം ഈ വാല്യൂസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഇവിടെ. പിന്നെ ഒന്ന് ചെയ്യാലോ അതില്. സെക്കൻഡ് സബ് പ്രോബ്ലം നോക്കാം. സെക്കൻഡ് സബ് പ്രോബ്ലത്തിൽ എന്താ ഉള്ളത്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് f2 of x2 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. f2 of x2 will be equal to maximum of f1 y1 plus f2 y2. അതിൽ f1 y1ന്റെ മാക്സിമം ഓഫ് എന്താണ്? f1 ക്യാപിറ്റൽ f1 ഓഫ് x1. അപ്പൊ മാക്സിമം ഓഫ് f1 x1 പ്ലസ് സ്മോൾ f2 ഓഫ് y2. ഓക്കെ അല്ലേ? അപ്പൊ f2 ഓഫ് y2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു y2 ക്യൂബ് ആണ്. അപ്പൊ f1 ഓഫ് x1ന്റെ നമ്മൾ നേരത്തെ നമുക്ക് f1 ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടായിരുന്നു, y1 ക്യൂബ് എന്നാണ് പറഞ്ഞത്. ഇവിടെ വന്നാൽ അതിന് വാല്യൂസ് ഉള്ളത് 1 8 27 64 125 ഈ വാല്യൂസ് ആണ് x1 ഉള്ളത്. അപ്പൊ ഇത് നമ്മൾ ഇട്ട് കൊടുക്കണം അതിലേക്ക്. അപ്പൊ നമ്മൾ എന്താണ് വേണ്ടത്? x2 ബ്ലോക്ക്. ഇവിടെ പറഞ്ഞ x1 y1 എന്നുള്ള ബ്ലോക്ക് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ x2 y2 എന്നുള്ള ഒരു ബ്ലോക്ക് നോക്കുന്നു. എന്നിട്ട് നമ്മൾ അതിൽ ഈ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് മാക്സിമം f2 of x2 എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പം ഇതെന്താണ്? f2 of x2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ x2ന്റെ വാല്യൂസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ y2 ആണ് ഇവിടെ നമ്മളെ എന്ത് മാക്സിമം വിത്ത് റെസ്പെക്ട് ടു y2 ആണ് നമ്മളെ വാല്യൂസ് ഓരോന്ന് എടുക്കേണ്ടത്. അപ്പൊ എന്താ നോക്കിയാൽ നിങ്ങൾക്ക്
നമ്മൾ ജസ്റ്റ് അടുത്ത ബോക്സ് വരച്ചാൽ നമുക്ക് സംഭവം മനസ്സിലാവും. ഇവിടെ നോക്ക്, ഇവിടെ F2 of x2 എന്നൊരു സാധനം മാക്സിമം ഓഫ് F1 x1 പ്ലസ് F2 y2 ആണ്. അപ്പോൾ രണ്ട് ടേംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ബോക്സ് ആയി വെക്കണം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യുക, F2 y2 കാൽക്കുലേറ്റ് ചെയ്യുന്നു ഇവിടെ. പിന്നെ ഇവിടെ എന്ത് കാൽക്കുലേറ്റ്, ക്യാപിറ്റൽ ഓഫ് F1 x1 കറസ്പോണ്ടിങ്ങിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ സമ്മ് ഇവിടെ ആണ്, അതാണ് F2 of x2. F2 of x2 എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ഓഫ് ഈ രണ്ടാൾക്കാരെ സമ്മ് F1 of x1 പ്ലസ് സ്മോൾ F2 of y2, ഇത് രണ്ട് സമ്മ്, അതാണ് F2 of x2. അപ്പം ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ റോയിലുള്ള ഏറ്റവും മാക്സിമം സമ്മ് എടുത്തുമ്പോൾ മാക്സിമം കിട്ടുന്ന എന്താണോ അത് ഇവിടെ വരും, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ എന്താണ് x2 y2 ഉള്ള വാല്യൂസ് എന്തൊക്കെ വരിക, ഫസ്റ്റത്തെ ബോക്സ് നമ്മൾ ഫില്ല് ചെയ്യാം. y2 1 മുതൽ 5 വരെ ഏത് വാല്യൂ വരാം, 1 2 3 4 5. സിമിലർലി x2 നമുക്ക് 1 മുതൽ 5 വരെ എല്ലാ വാല്യൂസും 1 2 3 4 5. ഇനി അടുത്തത് നോക്കേണ്ടത് എന്താണ്, ഈ F2 y2 കറസ്പോണ്ടിങ്ങില് y2 ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾ എന്താണ് F2 y2 എന്താണ് y2 ക്യൂബ് ആണ്. അപ്പൊ അതിന് x2 ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ y2 എന്താണ് വാല്യൂ, അതിന് കറസ്പോണ്ടിങ് വാല്യൂ ആണ് വാല്യൂ. അപ്പൊ y2 ഇപ്പൊ y2 ക്യൂബ് എന്താണ്, y2 ക്യൂബ് എന്ന് പറഞ്ഞാല് 1 ക്യൂബ് 1 ആണ്. ഇവിടെ 1 വരണം. ഓക്കെ അല്ലേ? പിന്നെ പക്ഷെ നമ്മളിവിടെ ഈ ബോക്സിൽ നോക്കുക, x2 y2 നമ്മൾ ഉണ്ടാക്കിയ ബോക്സ് ഉണ്ടാവുമല്ലോ, x2 y2 ഉണ്ടാക്കിയ ഈ ബോക്സ് നോക്കുക. ഈ ബോക്സിന് പ്രത്യേകം എന്താണ്, ഇവിടെ ഒന്നും അതിന് വാല്യൂസ് ഇല്ല. അപ്പൊ ഇവിടെ ഒന്നും നമ്മൾ വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഒന്നും വാല്യൂസ് വരില്ല. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോക്സ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ ബോക്സിൽ ഇവിടെ ഒന്നും വാല്യൂസ് ഉണ്ടാവില്ല. എവിടെ ഒന്നും വാല്യൂസ് ഉണ്ടാവില്ല, ഇവിടെ വാല്യൂസ് ഉണ്ടാവൂല, ഇവിടെ വാല്യൂ ഉണ്ടാവില്ല, ഇവിടെ വാല്യൂ ഉണ്ടാവില്ല, ഇവിടെ വാല്യൂ ഉണ്ടാവില്ല, പിന്നെ ഇവിടെ വാല്യൂ ഉണ്ടാവില്ല, ഇവിടെയും വാല്യൂ ഉണ്ടാവില്ല, ഇതും ഇവിടെ ഒന്നും വാല്യൂ ഉണ്ടാവില്ല. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, നമ്മൾ നേരത്തെ ഉള്ള ആ ബോക്സ് നോക്കുക, x2 y2 ബോക്സ് നോക്കുക, ആ ബോക്സ് തന്നെയാണല്ലോ ഇവിടെ ഇരുന്നത്. അപ്പൊ ഈ x2 y2 എവിടെയാണോ വാല്യൂ ഉള്ളത് അവിടെ മാത്രമേ നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളടത്ത് വാല്യൂ ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ x2 y2 ഇവിടെ വാല്യൂ എടുക്കാൻ പറ്റും. അവിടെ നമ്മൾ ഏത് വാല്യൂ നമ്മൾ കൊടുക്കുന്നത്, y2 ക്യൂബ് എന്ന വാല്യൂ ആണ് കൊടുക്കുക. അപ്പം ഇവിടെ 1 ആണ് വാല്യൂ, അപ്പൊ 1ന്റെ y2 വാല്യൂ 1 ആണ്, അപ്പൊ 1 ക്യൂബ് 1 വരും. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് വാല്യൂ എടുക്കാൻ പറ്റും, കാരണം ഇവിടെ x2 y2 ബോക്സിന് ഇവിടെ വാല്യൂ ഉണ്ട്. ഇവിടെ y2 ക്യൂബിന്റെ വാല്യൂ എടുക്കും. y2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെയും 1 ആണ് y2, അപ്പൊ 1 ക്യൂബ് 1 വരും. പിന്നെ ഇവിടെ എന്താണ് 1 ക്യൂബ് 1 വരും, ഇവിടെ 1 ക്യൂബ് 1 വരും, ഇവിടെ 1 ക്യൂബ്, കാരണം 1 എന്നുള്ളതാണ് ഇത് നമ്മുടെ ഇവിടെ y ക്യൂബിന്റെ വാല്യൂ എന്താണ്, y-ന്റെ വാല്യൂ എന്താണ് ഇവിടെ 1 ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ ഉണ്ടല്ലേ, ഇത് 1 ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 1 ക്യൂബ് വാല്യൂ ഇടുന്നത്. ഇനി അടുത്തത് ഇവിടെ y2 ക്യൂബ്, ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഒന്നും വാല്യൂസ് ഇല്ല, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒന്നും വാല്യൂസ് ഇല്ല, ആകെ ഇവിടെ വാല്യൂ മാത്രമേ വാല്യൂ ഉള്ളൂ. ആ ബോക്സ് നോക്കിയാൽ മതി. ഇനി അടുത്ത ബോക്സിൽ പിന്നെ ഇവിടെ വാല്യൂ ഉണ്ട്, ഇവിടെ എന്താണ്, ഇവിടെ വാല്യൂ ഉണ്ട്. ഇവിടെ എന്തായിരിക്കും, 2 ആണ് y2 വാല്യൂ, അപ്പൊ y2 ക്യൂബ് 2 ക്യൂബ് ആയിരിക്കും. ഇവിടെ എന്ത് വരും, 8 വരും വാല്യൂ, ഇവിടെ 8 വാല്യൂ വരും. ഇവിടെ എന്താണ് y2 വാല്യൂ 3 ആണ്, 3 ക്യൂബ് 27 വരും. ഇവിടെ 4 ക്യൂബ് ആണ്, 4 ക്യൂബ് 64 വരും. ഇവിടെ 5 ക്യൂബ് ആണ്, അതുകൊണ്ട് 125 വരും. ഇവിടെ വാല്യൂ 4/2 ആണ് ഇവിടെ വാല്യൂ ഉണ്ടായിരുന്നത്. അപ്പം ഇവിടെ വാല്യൂ ഉണ്ട്, ഇവിടെ കറസ്പോണ്ടിങ് 2 ആണ് ഇവിടെ y2 വാല്യൂ. അപ്പൊ y2 ക്യൂബ് എടുക്കുമ്പോൾ 2 ക്യൂബ് ഇവിടെയും 8 വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഇവിടെ ഈ 1 1 8 വരുന്നത്. ഇവിടെ ഇക്വേഷൻ എന്താണ്, F2 of y2 ഈക്വൽ y2 ക്യൂബ് ആണ് വാല്യൂ. അപ്പൊ y2 ക്യൂബിന്റെ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. പക്ഷെ എവിടൊക്കെ കൊടുക്കാൻ പറ്റുക, ഈ ബോക്സിന് നമ്മൾ കറസ്പോണ്ട് x2 y2 ആദ്യം വരച്ച ബോക്സിൽ എവിടെയൊക്കെയാണോ നമുക്ക് വാല്യൂ കിട്ടിയത് അവിടെ മാത്രം നമുക്ക് എന്ത് വാല്യൂ ഉണ്ടാവുള്ളൂ, y2 ക്യൂബിന് വാല്യൂ ഉണ്ടാവും. ബാക്കിയുള്ളടത്ത് വാല്യൂ ഇല്ല, കാരണം അവിടെ ഇന്റീജർ അല്ല. അപ്പൊ ഇന്റീജർ അല്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ എന്താണ് വാല്യൂ വരുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, y2 ക്യൂബിന് എന്താണ് വരുന്ന വാല്യൂ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? സിമിലർലി F1 of x1 വാല്യൂ എന്താണ്, x1 of x1 വാല്യൂ എന്ന് പറഞ്ഞാല് x1 ഈക്വൽ ടു y1. ഇവിടെ 1 ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. 2 ആണെങ്കിൽ 8 ആയിരിക്കും. 3 ആണെങ്കിൽ 27 ആയിരിക്കും. 4 ആണെങ്കിൽ 64 ആയിരിക്കും. 5 ആണെങ്കിൽ 125. അപ്പൊ x1 വാല്യൂ 1 ആണെങ്കിൽ 1 ആയിരിക്കും, 2 ആണെങ്കിൽ 8 ആയിരിക്കും, 3 ആണെങ്കിൽ 27, 4 ആയിരിക്കും, 5 ആണെങ്കിൽ 125 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് x1 വാല്യൂ എന്നാണ് അടുത്ത ചോദ്യം. അപ്പം y2 വാല്യൂ കംസ് ഫ്രം y2 ഇവിടെ വാല്യൂ 1 2 3
4 5. ഇവിടെ നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് y2 ക്യൂബ് ആയത്. അപ്പൊ ഇവിടെ y2 ആണുള്ളത്, ഇവിടെ x2 ആണുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ മുകളിൽ y2 ആണുള്ളത്, താഴേക്ക് x2 ആ പോണത്. പക്ഷെ ഇവിടെ x1ന്റെ വാല്യൂ 1 ആണെങ്കിലാണ് 1 കിട്ടുക. പക്ഷേ നമ്മുടെ x2 y2ന്റെ ഈ ടേബിൾ നമ്മൾ വരച്ചപ്പോൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്തത്, x1ന്റെ വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ x1ന്റെ വാല്യൂ ആണ് ഇത്. x2 y2 1 1 ആവുമ്പം x1ന്റെ വാല്യൂ 1 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ബോക്സിൽ ഇവിടെ x1ന്റെ വാല്യൂ എന്താണ്, 1 ആണ്. ഇവിടെ x1ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ f of x1 എന്തായിരിക്കും, അവിടെ x1 1 ആവുമ്പോൾ f of x1 അവിടെ 1 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇവിടെ x2 y2 എന്ന ബോക്സിൽ ഇവിടെ അതിന് താഴെയുള്ള കോളത്തിൽ വാല്യൂ 2 ആണ്. അപ്പൊ x1ന്റെ വാല്യൂ ഇവിടെ 2 ആണ്. അപ്പം f1 of x1ന്റെ വാല്യൂ എന്തായിരിക്കും, 2ന്റെ സ്ഥലത്ത് x1 2 ആവുമ്പോൾ f1 of x1 എന്താണ്, 8 ആണ്. അപ്പം ഇവിടെ എന്ത് വരും, 8 വരും. ഇനി ഇവിടെ x2 3ഉം y2 1ഉം ആവുമ്പം x1ന്റെ വാല്യൂ എന്താണ്, 3 ആണ്. അപ്പൊ x1ന്റെ വാല്യൂ 3 ആവുമ്പോൾ കറസ്പോണ്ടിങ് f1 of x1 എന്താണ്, 27 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും, 27 വരും. സിമിലർലി x2 4 y2 1 ആവുമ്പോൾ ഇവിടെ 4 ആണ് വരുന്നത്. x1ന്റെ വാല്യൂ 4 ആണ്. അപ്പം കറസ്പോണ്ടിങ് f1 of x1 എന്തായിരിക്കും, 64 ആയിരിക്കും. സോ 64 വരും. ഇവിടെ 125 വരും. സിമിലർലി നമുക്ക് ഇവിടെ ബാക്കിയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഒന്നും വാല്യൂസ് ഇല്ല, ഇതിനൊന്നും വാല്യൂസ് ഇല്ല. അവിടെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമ്മൾ വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ്, ഇവിടെ f1 of x2ന്റെ വാല്യൂ 1 ആണ്. 1 ആണ് വാല്യൂ. 1 വാല്യൂ ആയതുകൊണ്ട് ഇവിടെ കറസ്പോണ്ടിങ് വാല്യൂ എന്തായാലും വരിക, ആയതുകൊണ്ട് ഇവിടെ കറസ്പോണ്ടിങ് വാല്യൂ 1 ക്യൂബ് 1 വരും. ഈ ഡയഗണലി മൊത്തം 1 ആണ് വരുന്നത്. അപ്പൊ 1 ക്യൂബ് എടുക്കുമ്പോൾ അവിടെയൊക്കെ 1 1 1 വരും. ഇവിടെ ഒന്നും വാല്യൂസ് ഇല്ല, ഇവിടെ ഒന്നും വാല്യൂസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് അവിടെ വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആകെ ഉള്ളത് ഇവിടെ x2 4ഉം y2 2 ആവുമ്പോൾ 2 ആണ് x1ന്റെ വാല്യൂ. അപ്പൊ കറസ്പോണ്ടിങ് 2 ക്യൂബ് 8 ഇവിടെ വാല്യൂ വരും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ ബോക്സ് സെറ്റ് ആണ്. അപ്പം f1 of x1ന്റെ വാല്യൂസ് കിട്ടി, f2 of y2ന്റെ വാല്യൂ. ഇനി ക്യാപിറ്റൽ f2 of x2 എന്തായിരിക്കും, മാക്സിമം ഓഫ് ഇതിന്റെ സമ്മിന്റെ മാക്സിമം ആയിരിക്കും. അപ്പൊ ഇതിന്റെ സം എടുക്കുക. ഇവിടെ ഈ വാല്യൂ കറസ്പോണ്ടിങ്ങിൽ x2 y2ന്റെ സം പറഞ്ഞാൽ ഈ 1ഉം ഈ 1ഉം കൂട്ടുക. ഈ 1ഉം ഈ 1ഉം കൂട്ടിയാണല്ലോ ഇവിടെ കിട്ടുക. അപ്പൊ ഇവിടെ എന്ത് വരും, 2 വരും. അതായത് x2ന്റെ വാല്യൂ 1 ആവുമ്പം f2 of x2 എന്തായിരിക്കും, f2 of x2 will be equal to 2. x2 1 ആവുമ്പം f2 of x2 is equal to 2. f2 2 ആവുമ്പം മാക്സിമം ഓഫ് 8 ഇവിടെ 1 plus 8 9 വരും, അല്ലെങ്കിൽ 8 plus 1. ഏതൊക്കെ എടുക്കുക, ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എടുക്കുക. അപ്പം ഇതുമാണ് നമുക്ക് കൂട്ടാൻ പറ്റുക. പിന്നെ ഇതും നമുക്ക് കൂട്ടാൻ പറ്റും. ഇവിടെ വാല്യൂസ് ഇല്ല, ഇതിൽ വാല്യൂസ് ഇല്ല. അപ്പൊ 1 plus 8 എടുത്താൽ 9 കിട്ടും, 8 plus 1 എടുത്താൽ 9 കിട്ടും. അപ്പൊ അതിൽ മാക്സിമം ഏതാണ്, 9 ആണ് മാക്സിമം. സോ വി റൈറ്റ് 9. സിമിലർലി ഇവിടെ എന്താണ്, 1ഉം 27ഉം കൂട്ടാം, പിന്നെ 27ഉം 1ഉം കൂട്ടാം. അപ്പം 2 28 ആണ്. അപ്പൊ അതിൽ മാക്സിമം എടുക്കുമ്പോൾ 28 വരും. ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്, 1 plus 64 65 ഉണ്ട്, പിന്നെ 8 plus 8 16 ഉണ്ട്, പിന്നെ 64 plus 1 65 ഉണ്ട്. അപ്പൊ അതിൽ മാക്സിമം വാല്യൂ എന്താണ്, 65 ആണ്. ഇനി ഇവിടെ 1 plus 125 126 ഉണ്ട്, 125 plus 1 125 126 ഉണ്ട്. അപ്പൊ അതിൽ മാക്സിമം 126 ആണ്. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, സെക്കൻഡ് സബ് പ്രോബ്ലത്തിന്റെ ടേബിൾ കാൽക്കുലേറ്റ് ചെയ്യുക. സിമിലർലി നമ്മൾ ലാസ്റ്റ് സബ് പ്രോബ്ലത്തിന്റെ ടേബിളും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, മാക്സിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ലാസ്റ്റ് സബ് പ്രോബ്ലം. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ടെക്സ്റ്റിൽ ഈ 2 ബോക്സുകൾ റിലേറ്റീവ് പ്രോബ്ലത്തിൽ അങ്ങോട്ടേക്ക് ചാടി പോയിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ ഈ പ്രോബ്ലത്തിന്റെ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിന്റെ ബാക്കിയായിട്ട് വരുന്നത്. അതായത് ഫസ്റ്റ് സബ് പ്രോബ്ലം കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ 2 ബോക്സുകൾ. അപ്പൊ പേജ് നമ്പർ 70 2 ബോക്സുകൾ ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാല് 69 ഫസ്റ്റ് സബ് പ്രോബ്ലം കഴിഞ്ഞിട്ട് വരുന്ന 2 ബോക്സുകളാണ് അതൊക്കെ. അപ്പൊ ഇനി ലാസ്റ്റ് സബ് പ്രോബ്ലം അതും കൂടി അതിന്റെ ബോക്സും കൂടി വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞു. കാരണം നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത എങ്ങനെയാണ്, ഫസ്റ്റ് സബ് പ്രോബ്ലം ചെയ്തു, സെക്കൻഡ് സബ് പ്രോബ്ലം, ലാസ്റ്റ് സബ് പ്രോബ്ലത്തിലാണ് നമ്മൾ എന്ത് കിട്ടുക,
ഫൈനൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫൈനൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കേണ്ട y1 y2 y3 കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ കണ്ടിന്യൂസ് കേസ് ചെയ്ത്. ഇത് അതേപോലെ തന്നെ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് സബ് പ്രോബ്ലം ചെയ്തു, സെക്കൻഡ് സബ് പ്രോബ്ലം ചെയ്തു, ഇനി ലാസ്റ്റ് സബ് പ്രോബ്ലം. ഇവിടെ 3 വാല്യൂസ് ആണ്, അതുകൊണ്ട് 3 സബ് പ്രോബ്ലം ആയിരുന്നു. ഇപ്പം 4 വാല്യൂസ് ആണെങ്കിൽ y1 y2 y3 y4 ആണെങ്കിൽ എന്ത് വരും? ഫസ്റ്റ് സബ് പ്രോബ്ലം ഉണ്ടാവും, സെക്കൻഡ് സബ് പ്രോബ്ലം ആണ്, തേർഡ് സബ് പ്രോബ്ലം ആണ്, ഫോർത്ത് സബ് പ്രോബ്ലം ആണ് എന്താവുക? ലാസ്റ്റ് സബ് പ്രോബ്ലം ആവുക. സിമിലർലി നമ്മൾ ലാസ്റ്റ് സബ് പ്രോബ്ലത്തിൽ അതേപോലെ തന്നെ ചെയ്യാം. ലാസ്റ്റ് സബ് പ്രോബ്ലത്തിൽ എന്താണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ f3 of x3 ആണ് നോക്കുന്നത്. f3 of x will be equal to maximum of f1 y1 plus f2 y2 plus f3 y3 ആണ്. പക്ഷേ മാക്സിമം ഓഫ് f1 y1 plus f2 y2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു ഈക്വൽ ടു f2 of x2 ആണ്. അപ്പോൾ മാക്സിമം ഓഫ് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ f2 of x2 plus f3 y3. f3 y3 is equal to y3 cube. f2 of x2 നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. f2 of x2 x2 1 ആവുമ്പം f2 of x2 2 ആണ്. x2 2 ആവുമ്പം 9 ആണ്, 3 ആവുമ്പോൾ 28 ആണ്, 4 ആവുമ്പോൾ 65 ആണ്, 5 ആവുമ്പോൾ 126 ആണ്. അപ്പോൾ നമ്മളിവിടെ ആ കാര്യങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഇവിടെ y3ന്റെ വാല്യൂസ് എന്തൊക്കെയുള്ളത്? 1 2 3 4 5. 3 of x3 ആണ് കാൽക്കുലേറ്റ്. അപ്പം y3ന്റെ വാല്യൂസ്, x3ന്റെ വാല്യൂസ് 1 2 3 4 5. പിന്നെ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒന്നും ഇതിന് വാല്യൂസ് ഇല്ല, ഇന്റിജർ. അത് നമ്മൾ ഇവിടെ നോക്കിയാൽ മതി. നേരത്തെ നമ്മൾ f3 x3 നമ്മൾ ടേബിൾ വരച്ചു. അപ്പോൾ അതിൽ ഇവിടെ ഒന്നും വാല്യൂസ് ഇല്ല, കാര്യം ഇന്റിജർ വാല്യൂ അല്ല. അപ്പോൾ അവിടെ നമ്മൾ വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താക്കാം? ഇഗ്നോർ ചെയ്യാം. ഇത് വാല്യൂ എക്സ് ഒക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാം. എന്ത് നോക്കണ്ട വെച്ചാല് ഇവിടെ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ സ്മോൾ f3 of y3 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്മോൾ f3 of y3 എന്താണ്? ഈക്വൽ ടു y3 ക്യൂബ് ആണ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് f2 of x2 ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ f3 of y3 y3 ക്യൂബ് ആണ്. അപ്പൊ ഇവിടെ വാല്യൂ ഉണ്ട്. ഇവിടെ ഇപ്പം y3ന്റെ വാല്യൂ എന്താ? 1 ആണ്. അപ്പം y3 ക്യൂബ് എന്തായിരിക്കും? ഇവിടെ 1 ക്യൂബ് 1 ആയിരിക്കും. ഇവിടെ സെക്കൻഡ് കോളത്തിൽ ഇവിടെ വാല്യൂ ഉണ്ട്, ഇവിടുത്തെ വാല്യൂ ഇവിടെ വാല്യൂ ഉണ്ട്, ഇവിടുത്തെ വാല്യൂ എന്താണ്? ഇവിടെ കറസ്പോണ്ടിങ് 1 y3ന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ y3 ക്യൂബ് ഇവിടെ 1 ആയിരിക്കും. താഴേക്ക് പോകുമ്പോൾ താഴെയും y3 ക്യൂബ് ആണ്, ഇവിടെ 1 ആണ് y3ന്റെ വാല്യൂ. y3ന്റെ വാല്യൂ എന്താണ്? ഇതാണ് y3. അപ്പോൾ y3ന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ y3 ക്യൂബ് ഇവിടെ 1 വരും, ഇവിടെയും 1 വരും, ഇവിടെയും 1 വരും. ഇവിടെ y3ന്റെ വാല്യൂ 2 ആയതുകൊണ്ട് ഇവിടെ 2 ക്യൂബ് 8 വരും. ഇവിടെ y3ന്റെ വാല്യൂ 2 ആയതുകൊണ്ട് 2 ക്യൂബ് ഇവിടെ 8 വരും. ഇവിടെ y3ന്റെ വാല്യൂ 3 ആയതുകൊണ്ട് 3 ക്യൂബ് 27 വരും. ഇവിടെ y3ന്റെ വാല്യൂ 4 ആയതുകൊണ്ട് y3ന്റെ വാല്യൂ 4 ആയതുകൊണ്ട് 64 വരും. ഇവിടെ y3ന്റെ വാല്യൂ 5 ആണ്. y3ന്റെ വാല്യൂ ആണ് ഇവിടെ f3 of y3 എന്തായിരിക്കും? 125 വരും. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് f2 of x2 എന്താണെന്ന് നോക്കേണ്ടത്. അപ്പം y3ന്റെ വാല്യൂ 1 മുതൽ 5 വരെ തന്നെയാണ്, അത് നമ്മളിവിടെ തന്നെ കൊടുക്കുക. ഇനി f2 of x2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് f2 of x2 വിത്ത് റെസ്പെക്ട് ടു x2 ആണ്. x2 1 ആകുമ്പോൾ f2 of x2 2 ആണ്. x2 2 ആകുമ്പോൾ f2 of x2 9 ആണ്. 3 ആകുമ്പോൾ 28 ആണ്. 4 ആകുമ്പോൾ 65 ആണ്. 5 ആകുമ്പോൾ 125 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിവിടെ ഫസ്റ്റത്തെ നോക്കേണ്ടത് ഈ ടേബിൾ നോക്കുക. ഈ ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ എന്താണ്? x2ന്റെ ടേബിൾ ആണിത്. x2ന് കറസ്പോണ്ടിങ് വാല്യൂ y3 x3 1 ആകുമ്പോൾ x2ന്റെ വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ഇത് x2ന്റെ വാല്യൂസ് ആണ്. അപ്പൊ x2ന് ഇവിടെ വാല്യൂസ് ഇതാണ്. അപ്പൊ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ f2 of x2ന്റെ വാല്യൂസ് അവിടെ കൊടുക്കണം. അപ്പൊ ഇവിടെ y3 1ഉം x3 1 ആകുമ്പോൾ x2ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ f2 of x2 എന്താണ്? 1 എടുക്കുമ്പോൾ f2 of x2ന്റെ വാല്യൂ 2 ആണ്. സോ ഇവിടെ 2 വരും. മനസ്സിലായത്? അവിടെ 1 ആണ് x2ന്റെ വാല്യൂ. അപ്പൊ അതിന് കറസ്പോണ്ട് f2 of x2ന്റെ വാല്യൂ 2 ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്ത് വരും? 2 വരും. സിമിലർലി ഇനി ഇവിടെ നോക്കുക. ഇവിടെ x2ന്റെ വാല്യൂ x3ന്റെ വാല്യൂ 2ഉം x3ന്റെ വാല്യൂ y3ന്റെ വാല്യൂ 1ഉം ആകുമ്പോൾ ഇവിടെ വാല്യൂ 2 ആണ് വരിക. അപ്പൊ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ f2 of x2 എന്താണ്? 9 ആണ്. സോ ഇവിടെ എന്ത് വരും? 9 വരും. ഇവിടെ x3ന്റെ വാല്യൂ 3ഉം y3ന്റെ വാല്യൂ 1ഉം ആകുമ്പോൾ
ഈ ടാബിൾ നോക്കിയാൽ മതി, മുകളിലുള്ള ടാബിൾ നോക്കിയാൽ മതി. എക്സിന്റെ വാല്യൂ 3യും y3ന്റെ വാല്യൂ ആകുമ്പോൾ എന്താണ് ഇവിടെ വാല്യൂ 3 ആണ് വാല്യൂ. അപ്പം x2 3 ആയതുകൊണ്ട് x2 3 നോക്കുക, അതിന് കറസ്പോണ്ടിങ് f2 of x2 എന്താണ് 28 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും 28 വരും. ഇവിടെ x2ന്റെ വാല്യൂ 4 ആണ്, അതുകൊണ്ട് ഇവിടെ എന്ത് വരും 65 വരും. ഇവിടെ x2ന്റെ വാല്യൂ 5 ആണ്, 5ന് കറസ്പോണ്ട് f2 of x2 എന്താണ് 126 ഇവിടെ വരും. ഇവിടെ ഇന്റീജർ വാല്യൂസ് ഇല്ല, ഇവിടെ ഇന്റീജർ വാല്യൂ ഇല്ല, ഇവിടെ ഇന്റീജർ വാല്യൂ ഇല്ല, ഇവിടെ ഇന്റീജർ വാല്യൂ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ x2നും x3ക്കും y3ക്കും 2 ആണ് വാല്യൂ എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വാല്യൂ എന്താണ് 1 ആണ്. x2ന്റെ വാല്യൂ 1 ആണ്. അപ്പം 1 എടുക്കുമ്പോൾ f2 of x2 എന്താണ് 2 ആണ്. പിന്നെ ഇവിടെ വാല്യൂ ഇല്ല, ഇവിടെ വാല്യൂ ഇല്ല, ഇവിടെ വാല്യൂ ഇല്ല, ഇവിടെയും വാല്യൂ ഇല്ല. തൊട്ടടുത്ത 2-3 ബ്ലോക്കിൽ വാല്യൂ ഇല്ല, താഴത്തെ 3ന്റെ ഫസ്റ്റ് കേസിൽ വാല്യൂ ഇല്ല. പിന്നെ 3യും x3യും y3 3 ആവുമ്പോൾ വാല്യൂ കറസ്പോണ്ടിങ് x2ന്റേത് 1 ആണ്. അപ്പം x2 1 ആവുമ്പോൾ f2 of x2 എന്താണ് 2 ആണ്. മനസ്സിലായതാ 1. മുകളിലത്തെ ടേബിൾ നോക്കുക, x2 y2ന്റെ അവിടെ x2ന്റെ വാല്യൂ 1 ആവുമ്പോൾ കറസ്പോണ്ടിങ് f2 of x2 എന്താണ് 2 ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് രണ്ടും ഇന്റീജർ വാല്യൂ അല്ലാത്തത് കൊണ്ട് ആ റോ കഴിഞ്ഞു. ഇനി അടുത്ത റോയിൽ നോക്കുക, x3 3യും x3 4ഉം y3 2 ആവുമ്പോൾ കറസ്പോണ്ടിങ് x2ന്റെ വാല്യൂ ഇവിടെ 2 ആണ് വരിക. ഇവിടെ 2 ആണ് x2ന്റെ വാല്യൂ. അപ്പൊ x2 2 ആവുമ്പോൾ f2 of x2 എന്താണ് 9 ആണ്. പിന്നെ ഇവിടെ വാല്യൂ ഇല്ല. ഇവിടെ x3 4ഉം y3 4ഉം ആകുമ്പോൾ കറസ്പോണ്ടിങ് x2ന്റെ വാല്യൂ 1 ആണ്. ആ 1ന് കറസ്പോണ്ടിങ് f2 of x2 2 ആണ്. നോക്കണമെന്ന് വെച്ചാൽ ഈ ബോക്സ് നോക്കുക, ഈ ബോക്സ് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ബോക്സ് നോക്കിയാൽ നമുക്ക് x2ന്റെ വാല്യൂസ് കിട്ടും. ആ x2ന്റെ വാല്യൂ നോക്കിയാട്ട് അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സബ് പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് നോക്കുക, f2 of x2 എന്താണ് കറസ്പോണ്ടിങ് നോക്കുക, ആ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വാല്യൂ ഇല്ല. ഇനി അടുത്ത ലാസ്റ്റ് റോയിൽ 127 ഓൾറെഡി കിട്ടി. അടുത്ത 2 വാല്യൂസും ഇല്ല, 3 വാല്യൂസ് ഇല്ല. പിന്നെ ഉള്ളത് 5 5 x3 y3 5 ആകുമ്പോൾ അവിടെ x2ന്റെ വാല്യൂ 1 ആണ്. x2 1 ആകുമ്പോൾ f2 of x2 എന്താണ് 2 ആണ്. ഇനി നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, f3 of x3 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. f3 of x3 വിൽ ബി ഈക്വൽ ടു എന്താണ്, f3 of x3 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മാക്സിമം ഓഫ്, അപ്പൊ ഈ f2 of x2 പ്ലസ് y3 ക്യൂബിന്റെ മാക്സിമം എടുക്കുക. അപ്പം f3 of x3 സം എന്ന് പറഞ്ഞാൽ 1 plus 2. ഇവിടെ ഈ റോയിൽ 1ഉം 2ഉം മാത്രമേ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഈ 1 ഇവിടെയുള്ള ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിമെട്രിക് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇയാളും ആഡ് ചെയ്യാം. 1 plus 2 ഇവിടെ ഒറ്റ ആളുകളപ്പം 3 കിട്ടും. ഇവിടെ 1 plus 9 10 ഉണ്ട്. പിന്നെ ഉള്ളത് 8 plus 2 8 plus 2 10, രണ്ടും 10 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും 10 വരും. ഇനി അടുത്ത് 1 plus 28 ഉണ്ട്, 27 plus 29 ഉണ്ട്. അപ്പൊ രണ്ടും എന്താണ് 29 ആണ് വരിക. 27 plus 2 29 വരും. 1 plus 28 29, അതിന്റെ മാക്സിമം എന്താണ് 29 തന്നെയാണ്. പിന്നെ 1 plus 65 66 ഉണ്ടാവും. 8 plus 9 17 ഉണ്ടാവും. പിന്നെ 64 plus 2 66 ഉണ്ടാവും. അപ്പൊ അതിന്റെ മാക്സിമം വാല്യൂ എന്താണ് 66 ആണ് വാല്യൂ. ഇനി അടുത്തത് 1 plus 126 126 വരും. 125 plus 2 1 plus 126 127 വരും. പിന്നെ 125 plus 2 127 വരും. അപ്പൊ അതിലെ മാക്സിമം വാല്യൂ 127 ആണ്. സോ f3ന്റെ വാല്യൂ ഒന്നെങ്കിൽ 3 വരാം, 10 വരാം, 66 വരാം, 127. അപ്പൊ അതിന് നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മാക്സിമം ഓഫ് വാല്യൂ ആണ്. അപ്പൊ മാക്സിമം വാല്യൂ എന്താണ് 127. അപ്പം f3 of x3 is equal to എന്താവും 127. അതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. f3 of x3 is equal to 127. ഇതാണ് നമ്മുടെ മാക്സിമം വാല്യൂ which is equal to y0. f3 of x equal to 127 equal to y0. അപ്പൊ നമുക്ക് y0 കിട്ടി, അതായത് നമ്മൾ മാക്സിമം എന്താന്നുള്ള കാര്യം കിട്ടി. ഇനി അടുത്ത് എന്താണ്, ആ y0 കിട്ടാൻ നമ്മൾ എന്തൊക്കെയാണ് y1 y2 y3 എടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് അടുത്ത് നോക്കേണ്ടത്. അതാണ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നത്. f3 of x3 ആണ് നമ്മുടെ മാക്സിമം, അതിന്റെ മാക്സിമം വാല്യൂ ആണ് നമ്മുടെ മാക്സിമം. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇനിയാണ് നമ്മൾ ഒരു ചെറിയൊരു പരിപാടി ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. ഓക്കെ അല്ലേ? അപ്പൊ അതിന് സ്റ്റാർ ഇടുക. 127 ആണ് മാക്സിമം. അപ്പൊ ഈ 127 കിട്ടാൻ വേണ്ടി നമ്മൾ y3ക്ക് ഏതൊക്കെ വാല്യൂ എടുക്കുന്നത്, y3 നമ്മൾ 5 എടുക്കുന്നുണ്ട്, 1 എടുക്കുന്നുണ്ട്. അപ്പൊ y3ന്റെ വാല്യൂ 1 എടുത്താലും y3ന്റെ വാല്യൂ 5 എടുത്താലും നമുക്ക് എന്താ കിട്ടുക, y3ന്റെ വാല്യൂ 1 എടുക്കുമ്പോൾ 1 plus 126 എടുത്താൽ 127 കിട്ടും.
y3 വാല്യൂ 5 എടുത്താൽ 125 പ്ലസ് 2 എടുത്താൽ നമുക്ക് 127 കിട്ടും. അപ്പോൾ അതിൽ ഏത് വാല്യൂ നമുക്ക് എടുത്താൽ നമുക്ക് 127 കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. y1 = 3 y1 = 1 y1 = 5 ചൂസ് ചെയ്യാം. ടെക്സ്റ്റിൽ y1 = 5 ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ y1 5 ചൂസ് ചെയ്യാം. 1 ചൂസ് ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ എന്താണ് എടുക്കുക? നമ്മൾ എന്തെടുക്കുക? y1 = ഇത്. അപ്പോൾ ഇതാണ് ചൂസ് ചെയ്തത്. ഓക്കെ അല്ലേ? y1 = 5 ചൂസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് f2 of x2 ഏതാ ചൂസ് ചെയ്യണം നോക്കുക. അപ്പം f2 of x2 y1 = 5 എടുത്തു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് f2 of x2 നമ്മൾ എന്താ ചൂസ് ചെയ്യുന്നത്? ഈ 2 ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 ആണ് നമ്മൾ എടുത്തത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ 2 ഇവിടുന്ന് എടുത്തത് നോക്കുക. f2 of x2 2 ഇതാണ് f2 of x2 2. നമ്മൾ എന്താ എടുക്കുന്നത്? നമ്മൾ മാക്സിമം കിട്ടാൻ വേണ്ടി y3 = 5 എടുത്തു. 127 മാക്സിമം. ആ മാക്സിമം കിട്ടാൻ രണ്ട് വഴി ഇവിടെ വരാം. ഒന്നെങ്കിൽ y3 = 1 എടുക്കാം, y3 = 5 എടുക്കാം. y3 = ഞാൻ 5 എടുത്തു എന്ന് വിചാരിക്കുക. y3 = 5 എടുക്കുമ്പോൾ അതിന് f2 of x2 കറസ്പോണ്ടിങ് ഏതാ എടുക്കേണ്ടത് നോക്കാം. അപ്പോൾ f2 of x2 y3 5 എന്ന് എടുക്കുമ്പോൾ നമ്മൾ എന്താ എടുക്കുന്നത്? 2 ആണ് എടുക്കുന്നത്. 2 + 125 ആണ് 127 ആണ്. അപ്പൊ ഈ 2 ആണ് നമ്മൾ എടുത്തത്. അപ്പൊ ഈ 2 ഇവിടെ f2 of x2 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉള്ള 1 ആണ് 2. മനസ്സിലായില്ലേ? f2 of x2 ഇവിടെ ഉള്ള 1 എന്നാണ് ഈ 2 വരുന്നത്. അതായത് y2 1 ആവുമ്പോഴുള്ള 1 ആണ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്താക്കുക? ഇവിടെ മാക്സിമം ഏതാ നോക്കുക, അതെടുത്തു. അതിന് കറസ്പോണ്ട് f2 of x2 y3 ഏത് y3 എടുക്കേണ്ടത് നോക്കുക. അപ്പൊ ഇവിടെ 5 എടുക്കുന്നു. അപ്പൊ 5ന് കറസ്പോണ്ട് f2 of x2 എവിടെ നിന്നാണ് ഏത് വാല്യൂ നമ്മൾ എടുത്ത് നോക്കുക? അത് 2 ആണ്. അപ്പം f2 of x2 ആ 2 ഏതാ? ഇതാണ് നമ്മളെ 2. f2 of x2 2 ഏതാ നോക്കുക. ആ 2 വരാൻ വേണ്ടി നമ്മൾ എന്താ എടുത്തത്? 1 + 1 എടുത്തത്. അപ്പൊ y2ന്റെ വാല്യൂ എന്താണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട്? y2ന്റെ വാല്യൂ 1 എടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് വരിക? ഈ f2 of x 2 ആകുക. y2 1, y2 നമ്മൾ 1 എടുത്തു, എന്നിട്ട് ആഡ് ചെയ്തു. അപ്പൊ 1 + 1 എടുക്കുമ്പോൾ 2 കിട്ടുന്നത്. അപ്പം y2ന്റെ വാല്യൂ 1 ആണ്. ആ 1 എടുക്കാൻ വേണ്ടി f1 of x1 ഏത് വാല്യൂ നമ്മൾ എടുക്കുന്നത്? ഈ 1 ആണ് എടുക്കുന്നത് അല്ലെ? f1 of x ന്റെ ഈ 1 എടുക്കുന്നു. അപ്പൊ ഇവിടെ എന്താ f1 of x ഏതാ വരിക? f1 of x 1 എടുക്കുന്നു. അതിന്റെ കറസ്പോണ്ടിങ് y1 എന്താണ്? 1 വരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മള് നമുക്ക് എന്ത് കിട്ടി? y2 = 1 കിട്ടി, y1 = 1 കിട്ടി. അങ്ങനെയാണ് നമ്മൾ y1 y2 y3 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് f3 of x3 നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ നോക്കി നമുക്ക് കിട്ടും. ഇതിലെ മാക്സിമം എന്താണ് നോക്കുക. അപ്പൊ മാക്സിമം എന്താണ്? 127 ആണ്. അപ്പൊ അതാണ് നമ്മൾ f3 of x3 അതാണ് നമ്മുടെ മാക്സിമം. ദാറ്റ് ഈസ് അവർ ഒപ്റ്റിമൽ വാല്യൂ. അപ്പൊ ഈ ഒപ്റ്റിമൽ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഏതാണ് y1 y2 y3 എടുക്കാൻ നോക്കുക. അപ്പൊ നമ്മൾ ബാക്കോട്ടാണ് പോകുന്നത്. അപ്പോൾ 127 എടുക്കുക. അപ്പൊ 127 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 + 126 എടുത്താലും 127 കിട്ടും. 125 + 2 എടുത്താലും നമുക്ക് 127 കിട്ടും. അപ്പൊ നമ്മൾ 127 കിട്ടാൻ വേണ്ടി അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y1ന്റെ വാല്യൂ y3ന്റെ വാല്യൂ ഏതൊക്കെ എടുത്തത്? y3 1 ആവുമ്പോഴും 5 ആവുമ്പോഴും ആണ് നമുക്ക് എന്ത് കിട്ടുക? ഈ 127 വാല്യൂ കിട്ടുക. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം. y3 = 1 കൊടുക്കാം, y3 = 5 എടുക്കാം. y3 നമ്മൾ 5 എടുത്ത്, y3 = 5 എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് f2 of x2 എന്താ വാല്യൂ നോക്കുക. അതാണ് നമ്മള് 2. അപ്പൊ ഇനി അടുത്ത ബോക്സിലേക്ക് പോവാ. f2 of x2 2 ഏതാന്ന് എടുക്കുക. f2 of x 2 എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y2ന്റെ വാല്യൂസ് എന്തായി നോക്കുക. അപ്പൊ y2 എന്താണ്? ഈ 2 കിട്ടാൻ y2 എന്താ ചെയ്യേണ്ടത്? y2 1 എടുത്താലാണ് ഈ 2 കിട്ടുക. ബാക്കിയുള്ളടത്തൊന്നും വാല്യൂ ഇല്ല y2ന് ആകെ വാല്യൂ ഉള്ളത് ഈ 1 എന്ന ക്വസ്റ്റ്യനിലാണ്. അപ്പൊ y2 1 എടുക്കുമ്പോഴാണ് നമുക്ക് f2 of x2 2 കിട്ടുന്നത്. അപ്പം അതിന് f1 of x1 അപ്പം അതിനെന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യണത്? f1 of x1 ഈ 1 ആണ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ ഈ f1 of x ൽ ഈ 1 കോൺട്രിബ്യൂട്ട് ചെയ്യണ കറസ്പോണ്ടിങ് ആയിട്ടുള്ള y1 ഏതൊക്കെ? അപ്പൊ f1 of x1 1 വരുന്നത് ഇവിടെയാണ്. അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന y1 എന്താണ്? ഇവിടെയാണുള്ളത്. സോ y1 = ഈ സ്റ്റാർ. അപ്പൊ ഇങ്ങനെയാണ് സ്റ്റാർ ഇടുന്നത്. അതിൽ മൊത്തം സ്റ്റാർ ഇട്ടിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റാർ ഇട്ടിട്ട് വെക്കാവുന്നതാണ്. നമ്മൾ ടെക്സ്റ്റിൽ ജസ്റ്റ് ഇവിടെ മാത്രമേ സ്റ്റാർ ഉള്ളൂ. ഈ x1 y1 അവിടെ മാത്രമേ സ്റ്റാർ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് സ്റ്റാർ ഇട്ട് പോവേണ്ടത്. ഇങ്ങനെ സ്റ്റാർ ഇട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ടത്. സോ ഇങ്ങനെയാണ് ഈ ജനറൽ പ്രോബ്ലം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിമിലർലി ആണ് നമ്മളുടെ അടുത്ത പ്രോബ്ലംസ് രണ്ടും ഉള്ളത്. അത് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്.